ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് എളുപ്പത്തിലൊരു ലഞ്ച് ബോക്സ് തയ്യാറാക്കാം. നമ്മൾ ബേബി പൊട്ടറ്റോ ഇല്ലേ, അത് ഒരു 3 വിസിലിന് ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഇത്രയും കാര്യങ്ങൾ ഒന്ന് ചൂടാക്കി എടുക്കുക. വറുക്കണ്ട, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമുക്ക് പെട്ടെന്നൊന്ന് പൊടിച്ച് കിട്ടാൻ വേണ്ടിയാണ്. ചെറിയ ജീരകം, വലിയ ജീരകം, 1 ടേബിൾ സ്പൂണ് മല്ലി, പിന്നെ വറ്റൽമുളക്, ഉലുവ, ഇത്രയും സാധനങ്ങൾ പൊടിച്ചെടുക്കുക. ഇനി ബേബി പൊട്ടറ്റോയിലും തോല് പൊളിച്ച് വെച്ചിട്ടുണ്ട്. അത് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ഒലിവ് ഓയിൽ ഇടയ്ക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പൊട്ടറ്റോ രാത്രിയിൽ നമ്മൾ തൊലി പൊളിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെ ലഞ്ച് ബോക്സ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പൂരിയാണ് ഉണ്ടാക്കിയെടുത്തത്. അത് ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല. ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒന്ന് കളറ് ചേഞ്ച് ആയാൽ മതി. ഇനി ആ എണ്ണയൊന്ന് കോരി മാറ്റി. എണ്ണ കുടിക്കുകയൊന്നുമില്ല. ഇനി ആ എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി കൊണ്ട് ചതച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ പൊടി ഉണ്ടല്ലോ, അതൊന്ന് അരിച്ചെടുക്കുക. ഞാൻ ആ പാനിലേക്ക് തന്നെയാണ് അരിച്ചു കൊടുക്കുന്നത്. ആ എണ്ണയിൽ അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുപാട് പിന്നെ മൂപ്പിക്കണ്ട, അതിൻ്റെ കളറ് മാറിപ്പോവും. ലോ ഫ്ലെയിമിൽ ചെയ്തെടുത്താൽ മതി. ഈ ഒരു വക പാത്രങ്ങളെല്ലാം ഭയങ്കര ചൂടായിരിക്കും, അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പൊട്ടറ്റോ ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ്, കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് ജീരകപ്പൊടി, 1/2 ടീസ്പൂണോളം ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇനി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഈ മസാല നമ്മളെ ഈ പൊട്ടറ്റോൻ്റെ മേലയിൽ പിടിക്കുന്ന രീതി അത്രയേ വേണ്ടൂ. ലോ ഫ്ലെയിമിലൊന്ന് ചെയ്തെടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. പൊട്ടറ്റോ നമ്മൾ ഒരു ഗ്യാസ് പിടിക്കുന്ന സാധനമാണ്. പക്ഷേ നമ്മൾ എല്ലാം ഇങ്ങനെ ഈ വക കാര്യങ്ങളിൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് നമ്മളെ കായപ്പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മളെ പൊട്ടറ്റോ മസാല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പൂരിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ ആ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട്, നമുക്ക് ഇതിൽ വേറെ കറി നമ്മൾ കൂട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഇത്തിരി ഒന്ന് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ മോന് കൊടുത്തയക്കുന്നതാണ്. അപ്പോൾ കുറച്ച് പിന്നെ നമ്മളെ ക്രീം ഉണ്ടല്ലോ, ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. പൂരി ആയാലും ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും എന്തിലും കൂട്ടി കഴിക്കാം. പിന്നെ ഇതുപോലെ വെച്ച് കൊടുക്കുക. കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ നമ്മളെ എള്ളുണ്ടല്ലോ, കറുത്തതും വെളുത്തതും എള്ള് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. ബൈ, താങ്ക് യു.